ഞാനിവിടെ ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് ഇച്ചിരി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 2 കുടം വെളുത്തുള്ളി, 4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, കറിവേപ്പില, ഒരു 6-7 സവാള, ഇതെല്ലാം കൂടെ ഇച്ചിരി ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 2 ടൊമാറ്റോയുടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുക. അന്നേരം അത് പെട്ടെന്നൊന്ന് വഴന്ന് വരും. ഈ വഴന്ന് വന്നതിലേക്കും നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചെറിയ തീയിൽ ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്ന മസാലയിലേക്ക് നമ്മൾ വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 കിലോ ബീഫുണ്ട്. എന്നിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ബീഫിൻ്റെ അകത്തൊക്കെ മസാല നല്ലതായിട്ട് പിടിക്കണം. അതിനാ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാൻ പറഞ്ഞത്. ലാസ്റ്റ് നമുക്ക് കടുക് വറുത്ത് ചേർക്കണം. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന് കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് സവാള, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇതിലേക്ക് ചേർക്കാം. ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.